സംസ്ഥാനത്ത് മഴയ്ക്കൊപ്പം കാറ്റും ശക്തമാകുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി വീശുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ കാറ്റ് വീശിയ സ്ഥലങ്ങൾ എവിടെയൊക്കെ അങ്ങനെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി നമുക്ക് പരിശോധിക്കാൻ കഴിയുന്നത് വയനാട് തന്നെയാണ്. ഈ പടിഞ്ഞാറൻ കാറ്റ് അവിടെ വളരെ ശക്തമായി വീശുന്നുണ്ട്. ഏതാണ്ട് 61 കിലോമീറ്റർ വേഗതയിലാണ് പടിഞ്ഞാറൻ കാറ്റ് വയനാട്ടിൽ വീശിയടിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കമൽ നേരത്തെ നമ്മളോട് റിപ്പോർട്ട് ചെയ്തു, കാറ്റുണ്ട്, മഴയുണ്ടെങ്കിൽ പോലും അങ്ങനെ കാര്യമായ അപകടങ്ങൾ അവിടെ സംഭവിച്ചിട്ടില്ല എന്നത് വലിയ ആശ്വാസമാണ്. ഇനി തിരുവനന്തപുരത്തേക്ക് വരാം. പൊന്മുടിയിലാണ് 57 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം. തിരുവനന്തപുരം വെള്ളായണിയിൽ 41 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നുണ്ട്. ഈ മൂന്നിടങ്ങളിലെ, അതായത് തിരുവനന്തപുരത്ത് രണ്ടിടത്തും, പൊന്മുടിയിലും വെള്ളായണിയിലും വയനാട്ടിലുമാണ് നിലവിൽ ഏറ്റവും വേഗതയിൽ കാറ്റ് വീശുന്ന സ്ഥലങ്ങൾ. നിലവിലെ കാറ്റിന്റെ വേഗത എങ്ങനെയാണ് ഇപ്പോൾ തത്സമയം നമുക്ക് അറിയാൻ കഴിയുന്നത് ജയലക്ഷ്മി നമ്മളോട് പറയും. ജയലക്ഷ്മി, കാറ്റിന്റെ വേഗത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ നമ്മുടെ അപകടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞത് മഴയ്ക്കൊപ്പം ഈ കാറ്റ് ആണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ്. എങ്ങനെയാണ് നിലവിൽ കേരളത്തിലുടനീളം അനുഭവപ്പെടുന്ന കാറ്റ്? ദിവേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ശക്തമായ കാറ്റ് പലയിടത്തും വീശുന്നുണ്ട്. പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മാപ്പിന്റെ സഹായത്തോടു കൂടി നിലവിലത്തെ വേഗത നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ആദ്യം നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ നിലവിൽ 21 കിലോമീറ്റർ പെർ അവറിലാണ് കാറ്റ് വീശുന്നത്. നമ്മൾ കൊച്ചിയിലേക്ക് പോവുകയാണെങ്കിൽ കൊച്ചിയിൽ 12 കിലോമീറ്റർ പെർ അവറിലാണ്. ഇനി കോഴിക്കോടേക്ക് പോവുകയാണെങ്കിൽ കോഴിക്കോടും 12 കിലോമീറ്റർ പെർ അവറിലാണ് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂരിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ കണ്ണൂരിൽ 15 കിലോമീറ്റർ പെർ അവറിലാണ് കാറ്റ് വീശുന്നത്. അപ്പോൾ എന്തായാലും പടിഞ്ഞാറൻ കാറ്റ് കൂടുതൽ ശക്തമാകുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും വരും മണിക്കൂറുകളിലും കാറ്റ് കൂടുതൽ ശക്തമാകാനാണ് സാധ്യതയുള്ളത്. മഴയുടെ അളവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു കാറ്റ് വീശുന്ന സാഹചര്യത്തിൽ ആളുകളൊക്കെ ജാഗ്രതാ മുന്നറിയിപ്പുകൾ പാലിക്കണം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണും മറ്റുമൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു ജാഗ്രതാ മുന്നറിയിപ്പുകൾ എല്ലാവരും പാലിക്കുക എന്നുള്ളതാണ്.